അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നമസ്കാരം. കുംഭമാസത്തിലെ പൂരം നാളിൽ തിരുവനന്തപുരം എന്ന പുണ്യനഗരം ഒരു യാഗശാലയായി മാറുകയാണ്. ആറ്റുകാൽ ഭഗവതിയുടെ തൃക്കൺ പാർക്കലിനായി ലക്ഷക്കണക്കിന് ഭക്തർ വ്രതശുദ്ധിയോടുകൂടി കാത്തിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഒരുക്കുന്ന ഈ പൊങ്കാല വെറും ഒരു നിവേദ്യമാണോ? അല്ല. ജ്യോതിഷപരമായും ആത്മീയമായും ഇതിന് പിന്നിൽ ആരും പറയാത്ത ചില നിഗൂഢ രഹസ്യങ്ങളുണ്ട്. അമ്മ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു. നിങ്ങളുടെ വ്രതം സഫലമായോ? നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വരാൻ പോകുകയാണോ? ഇത് തിരിച്ചറിയാൻ ചില ദൈവീക ലക്ഷണങ്ങളുണ്ട്. പൊങ്കാല അടുപ്പ് കത്തിക്കുന്നത് മുതൽ നിവേദ്യം കഴിക്കുന്നത് വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൊങ്കാല തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അമ്മ തൻ്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട്. അടുപ്പ് കൂട്ടാൻ ഉപയോഗിക്കുന്ന കല്ലുകൾ മുതൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൺപാത്രം വരെ ഇതിൽ പ്രധാനമാണ്. അടുപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ തീ കത്തിക്കുന്നതിന് തൊട്ടു മുൻപ് അല്ലെങ്കിൽ പൂജാരി തീർത്ഥം തളിക്കുന്ന സമയത്തോ അടുപ്പിന് മുകളിലൂടെ ആകാശത്തൊരു കൃഷ്ണപരുന്തിനെ കാണുന്നത് അതീവ ശുഭകരമാണ്. അത് അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. അതുപോലെ നിങ്ങൾ അടുപ്പിനരികെ ഇരിക്കുമ്പോൾ കാറ്റിലൂടെ ഒഴുകി വരുന്ന മഞ്ഞളിൻ്റെയോ അരളിപ്പൂവിൻ്റെയോ മണം, അടുത്തെങ്ങും പൂക്കളില്ലാതെ തന്നെ ഈ ഗന്ധം നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, അമ്മ നിങ്ങളെ അനുഗ്രഹിച്ചു കഴിഞ്ഞു എന്നാണ്. ചുറ്റും ആയിരക്കണക്കിന് അടുപ്പുകൾ എഴിയുമ്പോഴും കഠിനമായ ചൂടിനിടയിലും പെട്ടെന്ന് നിങ്ങളെ മാത്രം തലോടി കടന്നു പോകുന്ന ഒരു ചെറിയ കുളിർക്കാറ്റ്, അത് അമ്മയുടെ തലോടലാണ്. അടുപ്പിലെ തീ പുകയാതെ കടും ചുമപ്പ് നിറത്തിൽ മുകളിലേക്ക് ഉയർന്നു കത്തുന്നത് ശുഭലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. കരിപുക കുറവാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെന്നും പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഫലം ലഭിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. പായസം വെന്തു വരുമ്പോൾ അത് സാധാരണ വെള്ള നിറത്തിനു പകരം ഒരു നേരിയ സ്വർണ്ണ നിറമോ അല്ലെങ്കിൽ അസാധാരണമായ ഒരു തിളക്കമോ കാണിക്കുന്നുണ്ട് എങ്കിൽ അത് അമൃതിന് തുല്യമായ നിവേദ്യമായി അമ്മ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ജ്യോതിഷപരമായ ലക്ഷണമാണ്. ചുറ്റും കരിയും പുകയും ഉയരുമ്പോഴും പെട്ടെന്ന് ഒരല്പം നിമിഷത്തേക്ക് നിങ്ങളുടെ മൂക്കിലേക്ക് വിഭൂതിയുടെയോ പനിനീരിൻ്റെയോ അല്ലെങ്കിൽ കനകാംബര പൂവിൻ്റെയോ മണം ആ സ്ഥലത്ത് അത്തരം സാധനങ്ങൾ ഇല്ലെങ്കിൽ പോലും ഈ മണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, അമ്മ ആ നിമിഷം നിങ്ങളുടെ അരികിലൂടെ കടന്നുപോയി എന്നുള്ളതാണ്. മണിക്കൂറുകളോളം കഠിനമായ വെയിലിൽ വ്രതശുദ്ധിയോടെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു നിമിഷം നിങ്ങളുടെ ദാഹവും തളർച്ചയും മാറി ശരീരത്തിനൊരു പുതിയ ഊർജം ലഭിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയമായി ഇതിനെ ശക്തിപാതം എന്ന് വിളിക്കാം. അമ്മ തൻ്റെ ഭക്തർക്ക് നൽകുന്ന ശാരീരികമായ ഊർജമാണിത്. നമ്മൾ തയ്യാറാക്കുന്ന ഈ നിവേദ്യക്കൂട്ടിൽ വലിയൊരു ജ്യോതിഷ രഹസ്യം തന്നെയുണ്ട്. പൊങ്കാലയ്ക്കായി നമ്മൾ ഉപയോഗിക്കുന്ന പുത്തനരി നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ചന്ദ്രൻ്റെ പ്രതീകമാണ്. അതിൽ ചേർക്കുന്ന ശർക്കര നമ്മുടെ പ്രാണശക്തിയായ സൂര്യനെയും ചൊവ്വയെയും സൂചിപ്പിക്കുന്നു. നാളികേരം വ്യാഴത്തിൻ്റെ പ്രതീകമാണ്, അതായത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഘടകം. മൺപാത്രം എന്നത് പൃഥ്വി തത്വമാണ്. ഈ ചേരുവകൾ മൺപാത്രത്തിൽ വെന്ത് ഒന്നായി തീരുമ്പോൾ നമ്മുടെ ജാതകത്തിലെ നവഗ്രഹ ദോഷങ്ങൾ ആ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് വിശ്വാസം. നിവേദ്യം തയ്യാറാക്കുമ്പോൾ പാത്രത്തിനരികിൽ തന്നെ ഇരിക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം ആ വേളയിൽ പുറപ്പെടുന്ന ഔഷധ ഗുണമുള്ള പുക ശ്വസിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ
നെഗറ്റീവ് ഊർജത്തെ പുറന്തള്ളുവാൻ സഹായിക്കും. ഇത് കേവലം നിവേദ്യമല്ല, നമ്മുടെ ആയുസ്സിനും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ആത്മീയ രസതന്ത്രം കൂടിയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, നിവേദ്യം തിളച്ചു തൂകുന്നത്. ഇത് വെറുമൊരു ക്രിയ അല്ല, മറിച്ച് വായുഗതിയും ദേവചൈതന്യവും ചേരുന്ന ഒരു നിമിഷമാണ്. ജ്യോതിഷപ്രകാരം ഇതിൻ്റെ ഫലങ്ങളൊന്ന് നോക്കാം. കിഴക്കോട്ടാണ് നിവേദ്യം തിളച്ചു തൂകുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. മുടങ്ങിപ്പോയ കാര്യങ്ങളെല്ലാം വേഗത്തിൽ തന്നെ നടപ്പിലാവുന്നതാണ്. വടക്കോട്ടാണ് നിവേദ്യം തിളച്ചു തൂകുന്നതെങ്കിൽ അത് അതിവിശിഷ്ടമാണ്. ധനലാഭം, ജോലിയിൽ ഉയർച്ച, അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ എന്നിവയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പടിഞ്ഞാറോട്ടാണ് നിവേദ്യം തിളച്ചു തൂകുന്നത് എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അമ്മ ഫലം നൽകുന്നുണ്ട്. പക്ഷേ അതിനായി ഒരല്പസമയം ക്ഷമയോടെ കാത്തിരിക്കണം എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അടുത്തത് തെക്കോട്ട് എന്ന് പറയുന്നത് എല്ലാവരും ദോഷമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ജ്യോതിഷം പറയുന്നത് നിവേദ്യം തെക്കോട്ടാണ് തൂകുന്നതെങ്കിൽ നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം ലഭിച്ചു എന്നാണ്. പായസം 4 പാടും ഒരേപോലെ തിളച്ചു മറിയുന്നത് പൂർണ്ണഫലം എന്നാണ് ഐതിഹ്യം. മറ്റൊരു രഹസ്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ അടുപ്പ് കൂട്ടാനായി ഉപയോഗിക്കുന്ന 3 കല്ലുകൾ അത് ത്രിഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. സത്വം, രജസ്, തമസ്. അടുപ്പിൽ തീ കത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരവും ദേഷ്യവും ആ രീതിയിൽ എരിഞ്ഞു തീരണമെന്നാണ് സങ്കല്പം. കന്നിപ്പൊങ്കാലയിടുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അടുപ്പിന് സമീപം ഒരു തുമ്പിയോ ശലഭമോ വന്നാൽ അത് നിങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങിയതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ കഠിനമായ വെയിലത്ത് നിൽക്കുമ്പോൾ ഒരു കാർമേഘം വന്ന് തണൽ നൽകുന്നുണ്ടെങ്കിൽ അമ്മ നിങ്ങളുടെ അടുപ്പിന് മുകളിൽ സംരക്ഷണ കവചം തീർത്തു എന്നാണ് അർത്ഥം. നിവേദ്യം തിളച്ചു തൂകുന്ന ആ പുണ്യനിമിഷം വെറുതെ നോക്കി നിൽക്കരുത്. നിങ്ങളുടെ ജന്മനക്ഷത്ര ദോഷങ്ങൾ മാറുവാനും അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുവാനും ആ നിമിഷം ഈ മന്ത്രം ജപിക്കണം. ഓം ശ്രീ ആറ്റുകാൽ ഭഗവതിയെ നമഃ. കൂടാതെ ലളിതാ സഹസ്രനാമത്തിലെ അന്നദാ വസുധാ വൃദ്ധാ ബ്രഹ്മാത്മൈക സ്വരൂപിണി എന്ന തിരുനാമം ഉരുവിടുന്നത് നിങ്ങളുടെ വീട്ടിലെ അന്നത്തിന് ഒരിക്കലും കുറവുണ്ടാകാതെ ഇരിക്കാൻ സഹായിക്കും. പായസം തിളയ്ക്കുന്ന പവിത്ര നിമിഷത്തിൽ ഈ വരികൾ ജപിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഇരട്ടി ഫലം നൽകുന്നതായിരിക്കും. പൊങ്കാല കഴിഞ്ഞു വീട്ടിലെത്തിയാൽ നാം അതീവ ജാഗ്രത പാലിക്കുക തന്നെ വേണം. പലരും വരുത്തുന്ന തെറ്റുകൾ ഇവയൊക്കെയാണ്. പൊങ്കാല കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് ആ മൺപാത്രം നിലത്തു വെക്കുന്നതിന് മുമ്പായി അവിടെ അല്പം ശുദ്ധജലം കൊണ്ട് തളിക്കുക എന്നുള്ളതാണ്. ആ പാത്രത്തിലെ ബാക്കി വരുന്ന കരിയെടുത്ത് ഒരല്പം കരി വീട്ടിലെ പ്രധാന വാതിലിൻ്റെ മുകളിൽ ഒരു പൊട്ടായി തൊടുന്നത് നെഗറ്റീവ് ഊർജത്തെ തടയാൻ സഹായിക്കുന്നതാണ്. പൊങ്കാല പ്രസാദം ജാതി മതഭേദമന്യേ എല്ലാവർക്കും നൽകാവുന്നതുമാണ്. മറ്റുള്ളവർക്ക് നൽകും തോറും അതിൻ്റെ പുണ്യം വർദ്ധിക്കുക തന്നെ ചെയ്യും. പൊങ്കാലയിട്ട പാത്രം ഉടനെ സോപ്പിട്ടോ മറ്റോ കഴുകി വൃത്തിയാക്കരുത്. അല്പനേരം ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ച് വീട്ടിലെല്ലാവർക്കും അതിൻ്റെ പ്രസാദം നൽകി അതിനുശേഷം മാത്രം ആ പാത്രം വൃത്തിയാക്കാവുന്നതാണ്. പൊങ്കാല പ്രസാദം വീട്ടിലിരിക്കുമ്പോൾ ആ ദിവസം വീട്ടിൽ മാംസ ആഹാരം പാചകം ചെയ്യുവാനോ കഴിക്കുവാനോ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു തുള്ളി പ്രസാദം പോലും പാഴാക്കരുത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പൊങ്കാല സമയത്ത് അമ്മ ഒരു ചെറിയ പെൺകുട്ടിയായോ
അതോ ഒരു പ്രായമായ അമ്മൂമ്മയായോ ഒക്കെ ഭക്തർക്കിടയിൽ നടക്കുന്നുമെന്ന് ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ. നിങ്ങൾ ദാഹിച്ചു നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരു തുള്ളി വെള്ളം നൽകിയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് തൊട്ട് തലോടിയാൽ അത് വെറും ഒരു യാദൃച്ഛികമായി കണക്കാക്കരുത്. പൊങ്കാല ദിവസം കഴിഞ്ഞാൽ തീ അണയ്ക്കുന്നതിന് മുമ്പ് ആ ചാരത്തിൽ അമ്മയുടെ പാദമുദ്ര കണ്ടിട്ടുള്ള ഒരുപാട് ഭക്തരുമുണ്ട്. നിവേദ്യം സ്വീകരിച്ചോ എന്നറിയാൻ പൂജാരി തീർത്ഥം തളിക്കുന്നതുവരെ കാത്തിരിക്കുക തന്നെ വേണം. ആ നിമിഷം നിങ്ങളുടെ മനസ്സിൽ ഒരു വിറയലോ സന്തോഷമോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അമ്മ നിങ്ങളുടെ വിളി കേട്ട് കഴിഞ്ഞു എന്നാണ് അർത്ഥം. അമ്മ നിങ്ങളുടെ വിളിപ്പുറത്തുണ്ട് എന്നും മനസ്സിലാക്കാം. ആറ്റുകാലമ്മയുടെ ഈ മഹാപ്രസാദം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കട്ടെ എന്നും ഈ പൊങ്കാല വ്രതശുദ്ധിയോടുകൂടി എല്ലാവർക്കും നല്ല രീതിയിൽ സമർപ്പിക്കാൻ കഴിയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.